ഹലോ. ഇന്ന് ഞാൻ ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് വന്നതെങ്കിലും ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കുർത്തി ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കുർത്തി. നല്ല അടിപൊളി കുർത്തി ആട്ടോ. ഇച്ചിരി കഴുത്തൊരു ഇച്ചിരി ഇറക്കക്കുറവാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്, കഴുകണം. പിന്നെ എൻ്റെ മൂഡ് ഓഫ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വേറെ ഒന്നുമല്ല, ഇന്ന് ജൂലൈ 30 മാസാവസാനമാണല്ലോ. സാധാരണ 30-ാം തീയതിയാണ് ഞങ്ങൾക്ക് സാലറി വരാറ്. പക്ഷേ ഇന്നിപ്പോൾ സാലറി 8 മണിയായിട്ടും വന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണ്. പ്രത്യേകിച്ച് ഇന്ന് സാലറി വരുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒന്നും കുക്ക് ചെയ്യേണ്ട, നാളെ രാവിലത്തേക്ക് എന്തെങ്കിലും അരിഞ്ഞും പറക്കിയൊക്കെ വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ 8 മണി വരെ വെയിറ്റ് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്, ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ബ്രെഡിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ, അതാണെങ്കിൽ എല്ലാം പൂത്തുപോയി. അതും ഒരു സങ്കടമായി. പിന്നെ നേരെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തു. കടയിൽ പോയി വാങ്ങാനൊന്നും നിന്നില്ല. പിന്നെ അറിയാലോ, ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് നിന്നാൽ ഡെലിവറി ചാർജ് കൊടുക്കണമല്ലോ. അപ്പോൾ ഡെലിവറി ചാർജ് കുറയ്ക്കാൻ വേണ്ടി വേറെ എക്സ്ട്രാ സാധനങ്ങളും കൂടി വാങ്ങി. പാൽ വാങ്ങി. പിന്നെ ഇതെന്തായിരുന്നു സാധനം, സോസേജ്, ചിക്കൻ ഗാർലിക് ചില്ലി സോസേജോ അങ്ങനെ എന്തോ ആയിരുന്നു ഒരെണ്ണം. പിന്നെ ഒരെണ്ണം പ്ലെയിൻ സോസേജും. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ സോസേജ് വാങ്ങുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ. മുമ്പേ കഴിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. ബിജുവിന് ഇഷ്ടമാവുമോ എന്നെനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ഈ സോസേജ് ഞാൻ എന്താ പറയുക, നമ്മൾ അമ്പലത്തിൽ ശരീരപ്രദക്ഷിണം നടത്തണ പോലെ അതുങ്ങളെ ഇട്ട് ഇങ്ങനെ ഉരുട്ടുമായിരുന്നു. കാരണം നന്നായിട്ട് വേവണോ എന്താണ്, ഇത് ഹാഫ് കുക്കാണോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്താ പറയുക, അവസാനം ഉരുട്ടി ഞാനൊരു പരുവത്തിലാക്കി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. ഞാൻ എൻ്റെ ബിജുക്കുട്ടിയുടെ ഒപ്പം ഇരുന്നാണ് കഴിക്കുന്നത്. ബായ്.